അന്നും ടെലിവിഷനിലൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി, എനിക്ക് അതിന് ധൈര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഒരു പ്രിൻ്റ് ജേർണലിസം ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് നമുക്ക്. നമുക്ക് അനലൈസ് ചെയ്യാം, എഴുതാം, പല കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കാം, എഡിറ്റിങ്ങിനുള്ള പോസിബിലിറ്റി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, നമുക്ക് കുറേ പേരെ വിളിച്ച് സംസാരിക്കാം, കുറേ പേര് നമ്മളോട് ഓഫ് റെക്കോർഡ് സംസാരിക്കാൻ റെഡിയാണ്, അങ്ങനെയുണ്ട്. പിന്നെ എനിക്ക് തോന്നി കുറേ കൂടെ എന്ന് വെച്ചാൽ ടെലിവിഷനിൽ എന്തായാലും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ CNBC ഒക്കെ കാണുന്നതല്ലേ, അപ്പോൾ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. കുറേ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ. കാരണം ഒരിക്കൽ ക്യാമറയിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ഓൺ റെക്കോർഡായി കഴിഞ്ഞു. ഇവിടെ അങ്ങനെയല്ലാതെ ഒരുപാട് സ്റ്റോറികൾ നമുക്ക് വരുമായിരുന്നു. അങ്ങനെ ആൾക്കാർ ഇപ്പോൾ ഞങ്ങൾ എക്സാമ്പിൾ പറഞ്ഞാൽ പ്യുവർ ബിസിനസ് ചെയ്യുമ്പോഴും ഞാൻ ഒരു അന്നത്തെ കാലത്ത് ഈ CDs ഒക്കെ വലിയ സംഭവമായിരുന്നു. ഈ റോസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമ്പനികളുണ്ടായിരുന്നു. അവർ ഇങ്ങനെ റീസെൻ്റ്ലി കണ്ടപ്പോൾ ആക്ച്വലി നമ്മൾ ബിസിനസ് ഡിസ്കസ് ചെയ്യാനാണ് പോയത്, എന്താണ് വാട്ട് ഇസ് ദ സ്കോപ്പ്, അങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്യും. പക്ഷേ അവർ എന്നോട് പറഞ്ഞു ഈ CDs ഉപയോഗിച്ചിട്ട് ഒരു റാക്കറ്റ് തന്നെയുണ്ട്, അതൊന്ന് പാകിസ്ഥാൻ്റെ ബോർഡർ വെച്ചിട്ട് ടെററിസം ഫണ്ടിങ് നടക്കുന്നുണ്ട്. അപ്പോൾ എൻറ്റയർലി ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവാണ് ആ സ്റ്റോറി നമുക്ക് തരുന്നത്. ഒരു ബിസിനസ്സിൻ്റെ എന്ന് വെച്ചാൽ ഒരു അൺഡിസൈഡബിൾ ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് അങ്ങനെ